ഓം നമ ശിവായ. ശിവായൈ നമ. തിരുവാതിര വ്രതം ഇക്കൊല്ലത്തെ 2020 തിരുവാതിര വരുന്നത് ഡിസംബർ 29 രാത്രിയും 30 പകലുമായിട്ടാണ്. ഡിസംബർ 29 ചൊവ്വാഴ്ച, ധനുമാസം 14 ചൊവ്വാഴ്ച വൈകുന്നേരം 5:32 വരെ മകീര നക്ഷത്രമാണ്. അതിനുശേഷം തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നു. പിറ്റേന്ന് ഡിസംബർ 30 ബുധനാഴ്ച, ധനു 15 ബുധനാഴ്ച വൈകുന്നേരം 6:55 വരെ തിരുവാതിര നക്ഷത്രമാണ്. അതുകൊണ്ട് തിരുവാതിര ആഘോഷം വരുന്നത് ഡിസംബർ 29 ചൊവ്വാഴ്ച രാത്രിയും ഡിസംബർ 30 ബുധനാഴ്ച പകലുമായിട്ടാണ്. തിരുവാതിര നക്ഷത്രം അർദ്ധരാത്രിക്ക് വരുന്ന ആ രാത്രിയിലാണ് പ്രധാനമായും തിരുവാതിരയുടെ ചടങ്ങുകൾ നടക്കുന്നത്. നിശീധ കുസുമധാരണം, ആർദ്രാ ജാഗരണം മുതലായ ചടങ്ങുകൾ, അതായത് രാത്രി ഉറക്കമൊഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ തുടങ്ങിയ ചടങ്ങുകളെല്ലാം നടക്കുന്നത് തിരുവാതിര രാത്രി വരുന്ന ദിവസമാണ്. ഡിസംബർ 29 രാത്രിയാണ്. എന്നാൽ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് തിരുവാതിര പകൽ 6 നാഴികയ്ക്ക് ഉള്ള ദിവസമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 30 ബുധനാഴ്ച പകലാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത്. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ബുധനാഴ്ച വൈകുന്നേരം വരെ ഉള്ളതാണ് ഫലത്തിൽ തിരുവാതിര വ്രതാനുഷ്ഠാനം ഇക്കൊല്ലം. തിരുവാതിര എന്നാൽ കേരളത്തിൽ സ്ത്രീകൾ വളരെ നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം. സ്ത്രീകളുടേതു മാത്രമായ വ്രതം എന്ന പേരിൽ പോലും പ്രസിദ്ധം. ശിവപ്രീതിയിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം, ഇതാണ് തിരുവാതിര വ്രതത്തിൻ്റെ ഫലം. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത്. പരമശിവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര. ധനുമാസത്തിൽ 2 തിരുവാതിര വന്നാൽ രണ്ടാമത്തേതാണ് വ്രതത്തിന് സ്വീകരിക്കുക. പകൽ തിരുവാതിര വരുന്ന ദിവസം ആർദ്രാവ്രതം. തിരുവാതിര വ്രതം എടുക്കേണ്ടത് അന്നാണ്. രാത്രി തിരുവാതിര വരുന്ന ദിവസം ആർദ്രാ ജാഗരണം. ഉറക്കമൊഴിക്കുന്നതും പാതിരാപ്പൂ ചൂടൽ പോലുള്ള ചടങ്ങുകളും നടത്തേണ്ടതും ആർദ്രാ ജാഗരണ രാത്രിയിലാണ്. തിരുവാതിര സമയത്ത് ആർദ്രാ ദർശനം. ഇങ്ങനെയാണ് തിരുവാതിരയുടെ ചടങ്ങുകൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഐതിഹ്യം: പരമശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ് ചെയ്ത പാർവതിയുടെ മുന്നിൽ ഒടുവൻ ശിവൻ പ്രത്യക്ഷപ്പെട്ട് പാർവതിയെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് ഒരു ഐതിഹ്യം. ഈ ദിവസം ശക്തി ശിവനോടുകൂടി ചേരുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ അവിവാഹിതരായ പെൺകുട്ടികൾക്ക് മാംഗല്യസിദ്ധിക്കും വിവാഹിതർക്ക് മാംഗല്യ അഭിവൃദ്ധിക്കും ഏറ്റവും നല്ലതാണ് തിരുവാതിര വ്രതം എന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് സംബന്ധിച്ച് ഒട്ടേറെ ഐതിഹ്യങ്ങൾ പുരാണങ്ങളിലുണ്ട്. വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും അഹങ്കാരം തീർക്കാനായി സ്തംഭരൂപത്തിലും അതിൽ ലിംഗരൂപത്തിലും പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് ചാന്ദ്രരീതി പ്രകാരമുള്ള മാർഗശീർഷ മാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസമാണെന്ന് ശിവപുരാണത്തിൽ പറയുന്നു. ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട പരമശിവനെ ബ്രഹ്മാവും വിഷ്ണുവും അഹങ്കാരം വെടിഞ്ഞ് പൂജിച്ചു എന്നാണ് പുരാണത്തിലെ കഥ. വൃശ്ചികമാസത്തിലെ കർത്തവാവു മുതൽ ധനുമാസത്തിലെ കർത്തവാവു വരെയുള്ള ചാന്ദ്രരീതി പ്രകാരമുള്ള മാർഗശീർഷ മാസം ത്തിലാണ് തിരുവാതിര ആഘോഷിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നത്. എന്നാൽ മലയാളികൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസത്തെ അടിസ്ഥാനമാക്കിയാണ്. തിരുവാതിര ആഘോഷവേളയിലും തിരുവാതിര വ്രത ദിവസത്തിലും പ്രാർത്ഥിക്കേണ്ടത് ശിവനെയും പാർവതിയെയും ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര സ്തോത്രത്തിലെ ആദ്യ ശ്ലോകം നമുക്ക് പ്രാർത്ഥനയായി സ്വീകരിക്കാം. ആ ശ്ലോകം ഇങ്ങനെ: നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നഗേന്ദ്രകന്യാവൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കരപാർവതീഭ്യാം. നമോ നമഃ ശങ്കരപാർവതീഭ്യാം. നമഃ ശിവായ.